ഞാൻ കൊടുക്കുന്ന യൂണിഫോം ഈ ഇടുന്ന കുട്ടികൾക്ക് ചെറുതായി പോവല്ലാതെ ഒരു കംപ്ലൈന്റും വരത്തില്ല. 101% ഞാൻ ഉറപ്പ് തരുന്നത്. അത് ക്വാളിറ്റിയിലാണെങ്കിലും വിലയിലാണെങ്കിലും സ്റ്റിച്ചിങ്ങിലാണെങ്കിലും വി ആർ റെസ്പോൺസിബിൾ. മിൽ ഐറ്റം മാത്രം ചെയ്യത്തുള്ളൂ. പവർലൂം തുണിയെടുത്ത് ഞങ്ങൾ ചെയ്യത്തില്ല. ക്വാളിറ്റി നല്ലതാണ്, വിലയും കുറവാണ്. വിലയും കുറവാണ്. കാരണം ഞങ്ങൾ കൊടുക്കുന്ന സാധനത്തിന് ഉത്തരവാദികളാണ് ഞങ്ങൾ. പ്രിയപ്പെട്ട എല്ലാവർക്കും ബിസിനസ് മല്ലൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം അടൂരിലെ ഒരു സ്ഥാപനത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അടൂർ KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള JK ഗാർമെന്റ്സ്. അടൂരിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂളുകളിലെ യൂണിഫോമുകൾ വളരെ വിലക്കുറവിൽ മികച്ച ക്വാളിറ്റിയിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനം. ഇപ്പോൾ അവിടുത്തെ പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പുതിയ വിശേഷങ്ങൾ നമ്മൾ JK ഗാർമെന്റ്സിന്റെ ഓണർ കൂടിയായ ജോൺ സാറിൽ നിന്നറിയാം. എല്ലാ വർഷത്തെയും മാതിരി തന്നെ ഈ വർഷവും സ്കൂളിൻ്റെ റെഡിമെയ്ഡും മെറ്റീരിയൽസും എല്ലാം എത്തിയിട്ടുണ്ട്. മിക്കവാറുള്ള അടൂരും പരിസരത്തുമുള്ള സ്കൂളുടെ എല്ലാം റെഡിമെയ്ഡ് ഇപ്പോൾ ഉണ്ട്. സൈസ് വൈസും പ്രൈസ് വൈസും ഏറ്റവും നല്ല രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. സാർ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം സ്കൂൾ യൂണിഫോം ചെയ്യുമ്പം നമ്മുടെ ഇവിടുത്തെ ഇപ്പം എല്ലാ സ്കൂളുകളും മിക്കവാറും അവിടുന്ന് തന്നെ സ്കൂൾ യൂണിഫോം ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കേരളത്തിൽ ഞാൻ മറ്റു ജില്ലകളിലൊക്കെ പോകുമ്പോഴത്തേക്കും അപ്പം നമ്മുടെ സ്കൂൾ യൂണിഫോമുകളുടെ ക്വാളിറ്റിയെ കുറിച്ചൊന്നും ക്വാളിറ്റി ഞങ്ങൾ മില്ലൈറ്റം അല്ലാതെ തുണിയായാലും ഞങ്ങൾ റെഡിമെയ്ഡ് ചെയ്യിക്കുന്നതാണെങ്കിൽ മില്ലൈറ്റം മാത്രം ചെയ്യത്തുള്ളൂ. പവർലൂം തുണിയെടുത്ത് ഞങ്ങൾ ചെയ്യത്തില്ല. പവർ തുണി എടുത്തു കഴിഞ്ഞാൽ ഒന്നേ നൂലുരുണ്ട് വരും, അല്ലെങ്കിൽ കോമള വരും, തേക്കുമ്പോഴൊക്കെ കംപ്ലൈൻറ്റ് വരും. പിന്നെ സ്കൂളുകളിൽ കൊടുക്കുന്നതിലും ക്വാളിറ്റി നല്ലതാണ്, വിലയും കുറവാണ്. വിലയും കുറവാണ്. കാരണം ഞങ്ങൾ കൊടുക്കുന്ന സാധനത്തിന് ഉത്തരവാദികളാണ് ഞങ്ങൾ. അത് ക്വാളിറ്റിയിലാണെങ്കിലും വിലയിലാണെങ്കിലും സ്റ്റിച്ചിങ്ങിലാണെങ്കിലും വി ആർ റെസ്പോൺസിബിൾ. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഒരു സ്കൂൾ യൂണിഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10 മാസത്തോളം അതിൽ കൂടുതലും നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു 4-5 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ നൂല് പോകുന്നത് ഞാൻ പല സ്ഥലത്തുമൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ക്വാളിറ്റിയെ കുറിച്ചൊന്ന് ചോദിച്ചത്. ഞാൻ കൊടുക്കുന്ന യൂണിഫോം ഈ ഇടുന്ന കുട്ടികൾക്ക് ചെറുതായി പോവല്ലാതെ ഒരു കംപ്ലൈന്റും വരത്തില്ല. 101% ഞാൻ ഉറപ്പ് തരുന്നത്. പല പേരൻസും എന്നോട് വന്ന് പറയുന്നുണ്ട്, ഇത് ചെറുതായി പോയതേ ഉള്ളൂ, കളയാൻ പോലും തോന്നുന്നില്ല, അത്ര നല്ല യൂണിഫോം ആണെന്ന്. അതായത് 10 മാസം കഴിഞ്ഞാലും അത് അതേപോലെ തന്നെ ഉണ്ട്, 2 വർഷം കഴിഞ്ഞാലും. അത്രയും വലിയ ഉറപ്പാണ്. തീർച്ചയായും. നമുക്ക് ഇവിടുത്തെ സ്കൂൾ യൂണിഫോമുകളുടെ കളക്ഷൻ ഒന്ന് കാണാം. ഓക്കെ. കേന്ദ്രീയ വിദ്യാലയം. ഇത് 1ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളുടെ യൂണിഫോമാണ് ഈ ഫ്രോക്ക്. അത് കഴിഞ്ഞ് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികൾക്ക് നിക്കർ ഷർട്ടുമാണ്. അത് കഴിഞ്ഞ് 6ാം ക്ലാസ് മുതൽ ആൺകുട്ടികൾക്ക് പാൻറ് ഷർട്ടുമാണ്. 6ാം ക്ലാസ് മുതൽ +2 വരെയാണ് പാൻറ് ഷർട്ടും. പെൺകുട്ടികൾക്ക് 3ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ സ്കേർട്ടും ഷർട്ടുമാണ്. അത് കഴിഞ്ഞ് 9ാം ക്ലാസ് മുതൽ +2 വരെ ടോപ്പും പാൻറ്റുമാണ് പെൺകുട്ടികളുടെ യൂണിഫോം. പിന്നെ അതുകൂടാതെ അവർക്ക് 4 കളർ PT ഡ്രസ് ഉണ്ട്. പാൻറ് നേവി പാൻറ് എല്ലാവർക്കും സെയിം കളറാണ്. ടീഷർട്ടുകൾ 4 കളറുണ്ട്. പിന്നെ അതുകൂടാതെ അവർക്ക് തണുപ്പത്ത് ഉപയോഗിക്കുന്ന സെറ്ററും ഉണ്ട്. സെറ്ററാണ് തണുപ്പത്ത് ഉപയോഗിക്കാൻ ഷിഫ്റ്റുകാർക്ക് നല്ല സെറ്ററും ഉണ്ട്. ഇതെല്ലാം കേന്ദ്ര വിദ്യാലയത്തിന്റെ യൂണിഫോമാണ്. അതുകൂടാതെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പെൺകുട്ടികൾക്കുള്ള ബുൾബുളിന്റെ ഡ്രസ്സാണിത്. ആൺകുട്ടികൾക്ക് വരുമ്പം 1ാം ക്ലാസ് മുതൽ ഷർട്ടും നിക്കറുമാണ് സ്കൗട്ടിന്റെ. 6ാം ക്ലാസ് മുതൽ പെൺകുട്ടികൾക്ക് ചുരിദാറും ഗൈഡ്സിന്റെ യൂണിഫോമാണിത്. അത് കഴിഞ്ഞ് 6ാം ക്ലാസ് മുതൽ ആൺകുട്ടികൾക്ക് പാൻറ്റും ഷർട്ടുമാണ് സ്കൗട്ടിന്റെ. അതാണിത്. 1ാം ക്ലാസ് മുതൽ ബോയ്സിന് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ നിക്കറും ഷർട്ടും. 6ാം ക്ലാസ് മുതൽ അവർക്ക് പാൻറ്റും ഷർട്ടും ബോയ്സിന്. ഗേൾസിന് 3ാം ക്ലാസ് മുതൽ സ്കേർട്ടും ഷർട്ടും എല്ലാം ഉണ്ട്. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ യൂണിഫോം കൂടാതെ സ്കൂൾ സോക്സ്, ബെൽറ്റുകൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ അക്സസറീസ് എല്ലാം ലഭ്യമാണ്. ഇനി അടുത്തതായി പരിചയപ്പെടുത്തുന്ന സെന്റ് ജോൺ സ്കൂൾ തുമ്പമനാണ്. അവരുടെ LKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള യൂണിഫോം ഇവിടെ ലഭ്യമാണ്. ഇത് KG-യിലെ KG-2 3ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളുടെ യൂണിഫോമാണ്. ഇത് KG-2 1ാം ക്ലാസ് വരെയുള്ള 3ാം ക്ലാസ് വരെയുള്ള ആൺപിള്ളേരുടെ യൂണിഫോമാണ്. ഇത് 3ാം ക്ലാസ് വരെയുള്ള ബോയ്സിൻ്റെ ആണ്. ഇത് 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ഗേൾസിൻ്റെ ആണ്. ഇത് 6 to 8
ഗേൾസിന്റെ കോട്ട് അറ്റാച്ച്ഡ് ഷർട്ടും സ്കേർട്ടും ആണ് അവരുടെ യൂണിഫോം. ഇത് 9ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള ഗേൾസിന്റെ യൂണിഫോമാണ്. ഇതിന്റെ എല്ലാ മെറ്റീരിയലും സ്കൂൾ സോക്സും ബാഡ്ജും ബെൽറ്റും എല്ലാം ലഭ്യമാണ്. അടുത്തതായി പറയുന്നത് അമൃത വിദ്യാലയമാണ്. അവരുടെ 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികളുടെ യൂണിഫോമാണ് ഷർട്ടും നിക്കറും. അവരുടെ പെൺകുട്ടികളുടെയാണ് ഈ യൂണിഫോം. 7ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ആൺകുട്ടികളുടെയാണ് പാൻറ് ഷർട്ട്. 7ാം ക്ലാസ് മുതൽ +2 വരെയുള്ള പെൺകുട്ടികൾക്ക് ചുരിദാറും കോട്ടുമാണ്. അതുകൂടാതെ അവരുടെ ബുധനാഴ്ചത്തെ യൂണിഫോമാണ് വൈറ്റ് ആൻഡ് വൈറ്റും ഇവിടെ ലഭ്യമാണ്. പിന്നെ അവരുടെ സ്കൂൾ സോക്സും ഇവിടെ ലഭ്യം. അടുത്തതായി പറയുന്നത് തപോവൻ പബ്ലിക് സ്കൂളാണ്. അവരുടെ KG മുതൽ +2 വരെയുള്ള യൂണിഫോമുകൾ ഇവിടെ ഉണ്ട്. ഇത് KGയിലെ ഗേൾസിൻ്റെ യൂണിഫോമാണ്. ഇത് ബോയ്സിൻ്റെ യൂണിഫോമാണ് ഷർട്ടും നിക്കറും. അവരുടെ സോക്സും ബെൽറ്റും ഇവിടെ ലഭ്യമാണ്. അത് കഴിഞ്ഞ് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികളുടെ യൂണിഫോമാണിത്. പെൺകുട്ടികളുടെ യൂണിഫോമാണ് ഫ്രോക്ക് ഷർട്ടും. 6ാം ക്ലാസ് മുതൽ പെൺകുട്ടികൾക്ക് ഷർട്ടും പാൻറ്റും കോട്ടുമാണ്. ബോയ്സിൻ്റെ ഉണ്ട് ഗേൾസിൻ്റെ ഉണ്ട്. 6ാം ക്ലാസ് തൊട്ട് മുതൽ +2 വരെയുള്ള ഇതിൻ്റെ എല്ലാ മെറ്റീരിയലുകളും സോക്സും ബെൽറ്റും എല്ലാം ലഭ്യമാണ്. അടുത്തതായി പറയുന്നത് ഓൾ സയൻസ് പബ്ലിക് സ്കൂളാണ്. അവരുടെ KG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ യൂണിഫോമുകളുണ്ട്. KGയിലെ പെൺകുട്ടികളുടെ ഫ്രോക്കാണിത്. ആൺകുട്ടികളുടെ ഷർട്ടും നിക്കറും അവരുടെ സോക്സും ഇവിടെ ലഭ്യമാണ്. 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ആണ് ഈ യൂണിഫോം. അവരുടെ സോക്സ് ഇവിടെ ലഭ്യമാണ്. ബാഡ്ജസും ലഭ്യമാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളുടെ യൂണിഫോമാണിത്. ആൺകുട്ടികളുടെ യൂണിഫോമാണ് ഷർട്ടും പാൻറ്റും. ഇതിൻ്റെ മെറ്റീരിയലും ബാഡ്ജസും സോക്സും എല്ലാം ലഭ്യമാണ്. അടുത്തതായി പറയുന്നത് നാഷണൽ സെൻട്രൽ സ്കൂളാണ്. അവരുടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ യൂണിഫോം ഇവിടെ ഉണ്ട്. ഇത് പാൻറ് ഷർട്ട്. ആൺകുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പാൻറ് ഷർട്ടുമാണ്. പെൺകുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെ സ്കേർട്ടും ഷർട്ടുമാണ്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പെൺകുട്ടികൾക്ക് കോട്ടും പാൻറ്റും ഷർട്ടുമാണ്. ഇവരുടെ മെറ്റീരിയലും ഇവിടെ ലഭ്യമാണ്. അടുത്തതായി പറയുന്നത് ഹോളി ഏഞ്ചൽ സ്കൂളാണ്. അവരുടെ LKG മുതൽ +2 വരെയുള്ള യൂണിഫോം ഇവിടെ ലഭ്യമാണ്. ഇത് LKG കുട്ടികളുടെ യൂണിഫോമാണ്. സോക്സും ബെൽറ്റ് മെറ്റീരിയലും ലഭ്യമാണ്. ഇത് 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള പെൺകുട്ടികളുടെ യൂണിഫോമാണ് ചുരിദാറ് കോട്ട്. ഇത് ആൺകുട്ടികളുടെ യൂണിഫോമാണ് പാൻറ് ഷർട്ടും. 6ാം ക്ലാസ് മുതൽ +2 വരെ. ഇതിൻ്റെ മെറ്റീരിയലും സോക്സും ബെൽറ്റും എല്ലാം ലഭ്യമാണ്. അടുത്തത് ന്യൂമാൻ സെൻട്രൽ സ്കൂളാണ്. അവരുടെ KG മുതൽ 10ാം ക്ലാസ് വരെയുള്ള യൂണിഫോം ഉണ്ട്. ഇത് KG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഫ്രോക്കാണ് പെൺകുട്ടികളുടെ. ഇത് ആൺകുട്ടികളുടെ നിക്കറും ഷർട്ടുമാണ്. ഇത് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളുടെ ചുരിദാറും കോട്ടുമാണ്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികൾക്ക് പാൻറ്റും ഷർട്ടുമാണ്. ഇവരുടെ മെറ്റീരിയലും ബാഡ്ജസും സോക്സും ഇവിടെ ലഭ്യമാണ്. അടുത്തായി പറയുന്നത് സെൻറ് മേരീസ് സ്കൂളാണ്. ഇത് സെൻറ് മേരീസ് കോൺവെൻറ്റ് സ്കൂളിൻ്റെയാണ്. 1ാം KG മുതൽ 4ാം ക്ലാസ് വരെയുള്ള ബോയ്സിൻ്റെ ഗേൾസിൻ്റെയാണ്. ഇവരുടെ സോക്സും മെറ്റീരിയലും ലഭ്യമാണ്. അടുത്തതാണ് സെൻറ് മേരീസ് UP സ്കൂളാണ്. അവരുടെ ഗേൾസിൻ്റെ യൂണിഫോമാണിത് 5 തൊട്ട് 7 വരെ. അവരുടെ ബോയ്സിൻ്റെ യൂണിഫോം ഷർട്ടും പാൻറ്റുമാണ്. ഇതിൻ്റെ മെറ്റീരിയലും ലഭ്യമാണ്. അടുത്തത് സെൻറ് മേരീസ് ഹൈസ്കൂളാണ്. അതിന് ബോയ്സിനും ഗേൾസിനും ഷർട്ടും പാൻറ്റുമാണ്. ഗേൾസിന് പിന്നെ അതിന് ഒരു കോട്ടും കൂടെ ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയലും ബാഡ്ജസും ലഭ്യമാണ്. അടുത്ത പറയുന്നത് MGM സ്കൂളാണ്. അവരുടെ KG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ യൂണിഫോം ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഉണ്ട്. മെറ്റീരിയലും ലഭ്യമാണ്. MGM ഈ സ്കൂളുകൾ കൂടാതെ NSS ചൂരക്കോട്, ചേന്ദമംഗലം ഹൈസ്കൂൾ പെരിങ്ങിനാട്, NSS തട്ടയിൽ, SKV UPS പറമ്പട്ടി, ഗവൺമെൻറ് ബോയ്സ് അടൂർ ഇവരുടെ എല്ലാ യൂണിഫോം ലഭ്യമാണ്. മെറ്റീരിയലും ലഭ്യമാണ്. സാറേ, ഇപ്പം സ്കൂളുകളല്ലാതെ വേറെ നമുക്ക് കോളേജുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും? സ്കൂളുകളല്ലാതെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, IHRDയുടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പോളിടെക്നിക് ഉണ്ട്, ITI ഉണ്ട്. ഇത് എഞ്ചിനീയറിംഗ് കോളേജും പോളിടെക്നിക്കും IHRD ഒക്കെ മെയിനാണ്. അത് പലയിടത്തും അവർ തുണി കൊടുക്കുന്നുണ്ട്. ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ IHRDയിലൊക്കെ പലയിടത്തും അവർ കൊടുക്കുന്ന തുണിയാണ്.
ആ തുണി വിലയ്ക്ക് അവിടെ സ്റ്റിച്ചിങ് കൂടെ ചാർജും കൂടെ കൂടുമ്പോൾ നല്ല ഇതാകും. പിന്നെ ക്വാളിറ്റി അവർക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതേ സാധനം അതിൽ നല്ല മെറ്റീരിയൽ എടുത്ത് ഞങ്ങൾ റെഡിമെയ്ഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുട്ടികൾ ഇവിടെ റെഡിമെയ്ഡ് എടുക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് പോളിടെക്നിക്കിന്റെ യൂണിഫോമാണ്. ഇത് IHRD. ഇത് ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പം ഏതൊക്കെയാണ്? ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ്, IHRD, പോളിടെക്നിക്. ഇതിലെല്ലാം മെറ്റീരിയലും ലഭ്യമാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ ഡോക്ടേഴ്സ് കർബ് എന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആൾക്കാർ ഇത് വാങ്ങിക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് കർബ് ഒരു സൂട്ടാണ്. പിന്നെ നാടുകളിൽ ജോലിക്കായിട്ട് പോകുന്നവർ എടുക്കുന്നവർ, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക്. പിന്നെ സ്കൂൾ, പിന്നെ നേഴ്സസ് യൂണിഫോം വൈറ്റ് ആൻഡ് വൈറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ന്യായമായ രീതിയിൽ ഞങ്ങൾക്ക് ഓർഡർ തന്നാൽ ഞങ്ങൾ എടുത്തും കൊടുക്കും. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നേഴ്സസിന്റെ വെച്ചാൽ കേരളത്തിലുള്ളതാണോ? കേരളത്തിലുള്ളത് വൈറ്റ് ആൻഡ് വൈറ്റാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു 2-3 കളറുണ്ട്, അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നേഴ്സിംഗ് കോട്ടും ചെയ്യുന്നുണ്ട് ഒരു 3 കളറിൽ. അത് ഈ ഹോസ്പിറ്റലിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് ഇതിൻ്റെ കളർ വരുന്നത്. അതും ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ. ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഗ്രേഡ് അനുസരിച്ചുള്ള യൂണിഫോമുകളാണ്. ഓരോ ഗ്രേഡ് അനുസരിച്ച് ഇതിന്റെ എല്ലാം മെറ്റീരിയലും ഇവിടെ ലഭ്യമാണ്. ഇതെല്ലാം ഗ്രേഡ് അനുസരിച്ചുള്ള യൂണിഫോം. ഇത് നേഴ്സുമാരുടെ യൂണിഫോം കൂടാതെ ഡോക്ടേഴ്സ് കർബും ഇവിടെ ലഭ്യമാണ്. വിദേശത്തോട്ട് പോകുന്നവരാണ് ഇത് കൂടുതൽ എടുക്കുന്നത്. വിദേശത്ത് മെഡിക്കൽ പ്രൊഫഷനിൽ പോകുന്നവർക്കുള്ളതാണ്. വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടോ? ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ ഇവിടെ ചെയ്യുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. വേറെ കളറുകളും ഉണ്ട്. ഇപ്പം നേവി ബ്ലൂ മാത്രമേ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ കളറും മെറ്റീരിയലുണ്ട്. ഓർഡർ തരികയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പം എനിക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 30 യൂണിഫോം അല്ലെങ്കിൽ 40 യൂണിഫോം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തു തരാൻ പറ്റും? തീർച്ചയായും പറ്റും. ഞങ്ങൾക്ക് ഒരു 25% അഡ്വാൻസ് തന്നിട്ട് തരണം. അവർ പറയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ നമ്മളൊരു ഡിസൈൻ തരുവാണെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യിച്ചു കൊടുക്കും. 25% അഡ്വാൻസ് തരാം. ആ, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. അത് കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ്. പുറത്ത് യൂണിറ്റ് ഉണ്ട്. ഇവിടെ അല്ല. ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളാണ്. അത് കാരണം കേരളത്തിന്റെ പുറത്താണ് ഞങ്ങളുടെ കംപ്ലീറ്റ് യൂണിഫോം ചെയ്യിക്കുന്നത്. ഈ ഇരിക്കുന്ന യൂണിഫോം എല്ലാം എല്ലാം കേരളത്തിന്റെ പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്ന. അപ്പോൾ അതും ഒരു കാരണമാണ് ഇവിടെ ഈ വിലക്കുറവിന്റെ കാരണം അവിടെ സ്റ്റിച്ചിങ് ചാർജ് കുറവാണ്. അതുകൊണ്ടാണ് എടുക്കുന്നത്. പിന്നെ ബൾക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് അവർ കട്ട് ചെയ്യുമ്പോൾ ഈ തുണിയുടെ വേസ്റ്റേജ് ഓൾമോസ്റ്റ് നില്ലാണ്. അവർ കട്ട് ചെയ്യുമ്പോൾ മെഷീൻ വെച്ച് അവർ പാറ്റേൺ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതിന് വേസ്റ്റേജ് വരത്തില്ല. അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. മെയ് ജൂൺ വരെയും യൂണിഫോം ഓൾമോസ്റ്റ് കാണും. ചിലപ്പോൾ ചില സൈസുകൾ കട്ട് ഓഫ് ആയി പോകുന്നേ ഉള്ളൂ. യൂണിഫോമുകളല്ലാതെ വേറെ എന്തൊക്കെയാണ് ജെകെയുടെ? പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ടെക്സ്റ്റൈൽ ഐറ്റംസും ഇവിടെ ഉണ്ട്. മെയിനായിട്ട് ഞങ്ങൾ ഇപ്പം സ്പെഷ്യലൈസ് ചെയ്തിട്ട് യൂണിഫോം, അതേമാതിരി തന്നെ ലേഡീസ് ഇന്നർ ഗാർമെൻറ്റ്സ് എല്ലാ വെറൈറ്റികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴേ റെഡിമെയ്ഡ് ബ്ലൗസ്, അത് സ്ട്രെച്ചബിൾ ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസ് അതൊരു 100 രൂപ തൊട്ട് 250 രൂപയ്ക്കകത്തേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ വില. ഇത് സൈസ് വൈസാണ്. എസ്, എം, എൽ, XL, XXL, XXL വരെ ഉണ്ട്. അതായത് 44 ഇഞ്ച് വണ്ണമുള്ള സ്ത്രീകൾക്ക് വരെ ഇടാവുന്ന ഇതാണ്. ഇത് സ്ട്രെച്ചബിളാണിത്. നല്ല മെറ്റീരിയലാണ്, നല്ല ചിലവുണ്ട് അതിന്. ഇപ്പോൾ ജോൺ സാർ പറഞ്ഞതുപോലെ പുതിയ കുറേ കാര്യങ്ങൾ നമ്മൾ JK ഗാർമെൻറ്റ്സിൽ അറിയാനായിട്ടുണ്ട്. ആ പുതിയ വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ അടൂരിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂളുകളിലെ യൂണിഫോമുകൾക്ക് ഈ സ്ഥാപനം എല്ലാവരും ഓർത്തു വെക്കുക. സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അടൂർ KSRTC ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്ത് JK ഗാർമെൻറ്റ്സ്.